Rolling down the strip with the top peeled. ഇതാണോ നീ നല്ല ഭംഗിയിലെടുത്ത് കൊടുത്ത ഡ്രസ്? Sunshine beaming. Yeah, the west where it's at. Palm trees swaying, cool breeze in the mix. Sidewalk popping, got my sneakers doing tricks. ഹലോ ഗായ്സ്, അപ്പോൾ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ഓക്സ്ഫോർഡ് സർക്കസ് ആണ്. ലണ്ടനിലാണ് സ്ഥലം. വേൾഡ് ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഡെയിലി ഇവിടെ ഷോപ്പിങ്ങിന് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെറിയ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ചലഞ്ചും, അതേപോലെ തന്നെ ലണ്ടനിൽ തന്നെ ഫേമസ് ആയിട്ടുള്ളൊരു ഹോട്ട് പോട്ട് ഉണ്ട്, അവിടെ ഫുഡ് കഴിക്കാനും പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബോയ്സ് കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്യും, എന്നിട്ട് ഗേൾസ് ഇട്ടിട്ട് വരും. അതേപോലെ ഗേൾസ് കുറച്ച് ഡ്രസ്സ് സെലക്ട് ചെയ്യും, ബോയ്സ് ഇട്ടിട്ട് വരും. അതിൻ്റെ റിയാക്ഷൻസാണ് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വെൽക്കം. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ നോക്കാൻ പോകട്ടോ. ഇതുവരെ കണ്ടതിൽ എനിക്ക് മനസ്സിലായത് സെൻസ് ഇല്ല എന്നുള്ളതാണ്. അല്ലല്ല, സെൻസ് ഉള്ളത് അതെനിക്ക് ഇഷ്ടമായി. അതെടുക്കില്ല. ഇതെങ്ങനെയുണ്ട് ഗൈസ്, നല്ലതാണോ? ഓഡിയൻസിനെ കൂടെ വെയിറ്റ് ചെയ്യില്ലേ? കസ്റ്റമേഴ്സ് സർവീസിൽ വർക്ക് ചെയ്ത് വരില്ലേ? എടുക്കുന്ന ഡ്രസ്സ് നിങ്ങളെ കാണിക്കില്ല. അയ്യോ, ഇവിടെയും കുറച്ച് ഡ്രസ്സ് ഉണ്ട്. ഇതും കൂടി നോക്കിയിട്ട് തീരുമാനിച്ചോ. കളക്ഷൻ തീരെ പോരെ ഗൈസ്. ഇത് ഇടുപ്പിലിടുന്നത്. ഞാനിട്ടിരിക്കുന്നത് ഒരു ടീഷർട്ട്, ജാക്കറ്റും ഒരു ബാഗും പിന്നെ ഒരു ടീഷർട്ടും. ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിശ്രമം പാളിയിരിക്കുകയാണ്. ഇന്ന് സൺഡേ കാരണം ഇവിടെ നിൽക്കാൻ തിരക്കില്ല. ഇവിടെ നിൽക്കാൻ സ്ഥലമില്ല, അത്രയും തിരക്കാണ്. ഇവിടുത്തെ ക്യൂ കണ്ടാൽ നമ്മൾ ഞെട്ടും. തൃശ്ശൂർ പൂരത്തിന് പോലും ഇത്ര ക്യൂ ഇല്ല ഗൈസ്, തിരക്കാണ്. നമുക്ക് വേറെ കടയിലേക്ക് പോകാം. നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് വന്നേക്കാണ്. ഇവിടെ തിരക്കുറവാണ്. നമുക്ക് ഇവിടെ നിന്ന് ഡ്രസ്സ് എടുത്തിട്ട് വീണ്ടും ട്രൈ. നിങ്ങൾ ഹിന്ദി അറിയില്ലേ? നിങ്ങൾ ഇവിടെ നിന്ന് കറങ്ങിയ പോലെ എന്താ ചെയ്യണ്ടേ? ഒരു വെക്കാനും ടീഷർട്ടും പിടിച്ച് വരുന്നത്. എനിക്ക് ഇന്ന് ഒരു സാധനം കിട്ടും. ഞാൻ കളർഫുള്ളാണ് തിരഞ്ഞെടുക്കാൻ. കളർഫുള്ളാണ് എടുത്തിരിക്കുന്നത്. ഇത് ടീഷർട്ട്, അതിൻ്റെ ഇടയിൽ ഈ കളർഫുള്ളായിട്ടുള്ള പാൻറ്, ഏറ്റവും മുകളിൽ ജാക്കറ്റ്. ഷോർട്ട്സോ സ്കേർട്ട്സോ ഐ ഡോണ്ട് നോ. ടീഷർട്ട് കേട്ടോ, പിന്നെ ഒരു ജാക്കറ്റ്. ഞാൻ പറയാം, ചേഞ്ച് ചെയ്യാൻ പോവാ. ഇതാണ് നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് റെസ്റ്റ് ചെയ്യാം. പോരെ ഇതാണോ നീ നല്ല ഭംഗിയിലെടുത്ത് കൊടുത്ത ഡ്രസ്സ്? ഒരു ബാഗ് മേടിച്ചിട്ടെ. ജാക്കറ്റ് തുറന്നു പോയി. ഞാൻ ഇതല്ലടി ഉദ്ദേശിച്ചത്. ഞാൻ ഈ ഷൂ നിന്റെയാണോ? ഞാൻ രണ്ടുമൂന്നെണ്ണം കണ്ടുവച്ചിട്ടുണ്ട്. വേറെ കൂടെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. കൂടുതലൊന്നും പറയണ്ടല്ലോ. പകരത്തിന് പകരമായില്ലല്ലോ.
ഇറങ്ങി വയറൊന്ന് ഇറങ്ങി എന്നിട്ട് പറ. ഫുൾ ഔട്ട്ഫിറ്റ് എടുക്കാറുണ്ടാണ്. കൊള്ളാം. ഓരോരുത്തർ രണ്ടും ഒരുമിച്ചെന്ന്. ഗൈസ്, ഇനി നമ്മൾ നേരെ ഹോട്ട് പോട്ടിലോട്ട്. ഗൈസ്, ഇപ്പോൾ നമ്മളപ്പോൾ എത്തിയിരിക്കുന്നത് ഹെയ്ഡിലോ ഹോട്ട് പോട്ടിലാണ്. ചൈനയിലാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് ലണ്ടനിൽ 2-3 സ്ഥലത്തുണ്ട്. ഹോട്ട് പോട്ട് എക്സ്പീരിയൻസ് ആണ് ഇവിടുത്തെ പ്രത്യേകത. നമുക്ക് ടേബിളിൽ ഇരുന്നിട്ട് തന്നെ ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കാം. പിന്നെ ഇവിടെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗെയിംസ് കളിക്കാനും അതേപോലെ സ്നാക്സ്, പോപ്കോൺ, ഡ്രിങ്ക്സ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും. ലണ്ടനിൽ വന്ന മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ നമുക്ക് അകത്ത് കയറി എക്സ്പീരിയൻസ് നോക്കാം. ഇതാണ് വെയിറ്റിംഗ് സ്പോട്ട്. ഇവിടെ ജെല്ലി മിഠായി, പോപ്കോൺസിൻ്റെ ചെറിയ പാക്കറ്റ്സ് അതൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് ടൈം പോകുമ്പം നമുക്കിതൊക്കെ കഴിച്ചിരിക്കാം. പിന്നെ ആ സൈഡിലായിട്ട് കുറേ പിള്ളേർക്ക് കളിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും ട്രൈ ചെയ്യാം. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് സൈഡിൽ. അതൊക്കെ എടുത്ത് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടാ ഇതെന്തൊരു സാധനം? പണ്ടത്തെ ഗെയിം. മൂന്നാമത്തെ പാക്കറ്റ് പൊട്ടിച്ചിരിക്കുകയാണ്. 1, 2, 3. നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം കേട്ടത്. പോപ്കോണാണ്. കോഫി വിത്ത് ഷുഗർ അല്ലേ? എങ്ങനെയുണ്ട്? ഇഷ്ടമായി? സ്മെല്ല് ഉലുവയുടെ സ്മെല്ല്. ഇഷ്ടമാകൊണ്ട് 3 കഴിക്കില്ലല്ലോ അല്ലേ? ക്രഞ്ചിനെസ് ഉണ്ട്. കേൾപ്പിച്ചു തരാം. ഞാനിപ്പോൾ മാറി കടിച്ചത്. ക്രഞ്ചിനെസ് കേൾപ്പിക്കാൻ വേണ്ടി മൈക്ക് കൊടുത്തു തരാം. നമ്മൾ ഏകദേശം ഒരു 45 മിനിറ്റാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ടേബിൾ റിസർവ് ചെയ്തിട്ട് പോകാൻ നോക്കുക. അപ്പോൾ ഈ ഫുഡൊക്കെ നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാനായിട്ട് നമ്മൾ 4 ബേസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ 4 ബേസ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിൽ വാട്ടർ ഫ്രീ ആണ്. അപ്പോൾ ബാക്കി പിന്നെ നമ്മൾ 3 സെലക്ട് ചെയ്ത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യൻസ് ആയ കാരണം സ്പൈസി കോയിട്ടായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാരണം നമ്മളൊരു സ്പൈസി അത് ലെസ് ഓയിലാണെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത് എന്നിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീറ്റ് ലവേഴ്സിന് ഒരു ടൊമാറ്റോ ഓനിയൻ വെച്ച് വരുന്ന ഒരു ബേസ് ഉണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ ഒരു ക്രീമി ടെക്സ്ചറുള്ള ഒരു ബേസ്. അങ്ങനെ 4 ബേസാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഓരോ ബേസിനും സെപ്പറേറ്റ് പ്രൈസ് ഉണ്ട്. 6.something 7.something പൗണ്ടാണ് വരിക. അപ്പോൾ നമ്മുടെ ഓർഡറിങ് പരിപാടികളൊക്കെ ഈ ടാബ് വഴി തന്നെയാണ് ചെയ്യുക. അപ്പം നമുക്കിതിൽ എല്ലാ സാധനങ്ങളും ഇപ്പോൾ വെജിറ്റബിൾസ് അതേപോലെ തന്നെ മീറ്റ് പല ടൈപ്പ് മീറ്റുകൾ, ബീഫ്, ചിക്കൻ, അതേപോലെ മോമോസ്, അങ്ങനത്തെ
അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് ടേബിളിൽ വരും. അതാണ് ഇവിടുത്തെ സെറ്റപ്പ്. അങ്ങനെ നമ്മുടെ ബേസ് വന്നു. ഇവിടുത്തെ സർവീസൊക്കെ ഭയങ്കര ഫാസ്റ്റാണ്. 15 മിനിറ്റ്സിനുള്ളിൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ബേസും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഷോപ്പിൻ്റെ 2 സൈഡുകളിലായിട്ട് നമുക്ക് സൈഡുകൾ സെലക്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമുക്ക് ഫ്രീ ആട്ടോ. ഇതിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണ്ട. നമുക്ക് വേണ്ട ഫുഡുകളൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്ത് നമ്മൾ കാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ വന്നിട്ട് ഇഷ്ടമുള്ള സോസ്, അതുപോലെ പീനട്സുകൾ, പല ടൈപ്പ് ഓഫ് ചില്ലീസ്, സോയാ സോസ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാം ഫ്രീ ആയിട്ട്. നീ എന്തിനെടുത്ത്? ഞാൻ സ്പൈസി സ്പ്രിംഗ് ഓണിയൻ ഇത് ബീഫ് coriander, spicy, garlic. Lowriders dipping, making heads turn for sure. Slide, glide, take a ride. Oh, feel that sunshine. Let the bassline flow. Feel the beat. Ooh-wee. Let me get some cutleries and gloves. Gloves and cutleries? Like, ലെവലാക്കാം. ഇല്ലേ? ജനക്കില്ലേ? പക്ഷേ ഇവിടെ ഈ പടി വന്നായിരിക്കണം നമ്മുടെ കളികൾ. ഈ പടി. ഇങ്ങനെ എടുത്തിട്ട് അപ്പലണ്ടി കേട്ടോ. ഈ മഷ്റൂം അടിപൊളി കേട്ടോ. മഷ്റൂം ഈ ഡ്രൈഡ് ചില്ലി, ഇതാണ് ഡ്രൈഡ് ചില്ലി. ഇത് മഷ്റൂം താങ്ക് യു ഫോർ ദ ഇൻസ്ട്രക്ഷൻ. കൊള്ളാം. അങ്ങനെ നമ്മുടെ എല്ലാ ഫുഡും ഇവിടെ വന്നിട്ട്, അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇത് ബീഫിൻ്റെ ബീഫാണ്. പിന്നെ ഇത് ബീഫ് തന്നെയാണ്. ഇത് ചിക്കനാണ്. പിന്നെ നമ്മൾ ക്രാബാണ്. ഇത് ബേബി ഒക്ടോബസ് ആണ്. അതേപോലെ 2 മുട്ട ചിക്കനാണ്. നമ്മുടെ ഇതെന്തോ പേര് പറയട്ടോ. ഇത് ഞങ്ങൾ 2 പേരും ബിയറാണ് ഓർഡർ ചെയ്തത്. ഇവരെ മൊജിറ്റോ ഓർഡർ ചെയ്തത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബേസിലേക്ക് ഓരോരോ മീറ്റ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോകാം കേട്ടോ. ചിക്കൻ്റെ ഒരു ഐറ്റമാണ്. ഇത് നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കേണ്ടത്. ഓൾറെഡി കുക്ക്ഡ് ആണ് കേട്ടോ. ഇത് ചിക്കൻ്റെ കുന്തം കൊള്ളാം. കൊള്ളാം. City shining in gold, story after story, all the legends retold. Cruisers hit the streets, hear the engines purr. Lowriders dipping, making heads turn for sure. കുറച്ച് ഐസ് വായിലും എന്തായാലും കുപ്പി
ഗൈസ് ഇതൊരു ബീഫിൻ്റെ പീസാണ്. ഇതൊരു 2 to 4 മിനിറ്റ് ആണ് എടുക്കുന്ന കുക്കാവാനായിട്ട്. അപ്പം മീറ്റിൻ്റെ റെഡ് കളർ മാറി ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഇത് കുക്കായി. അപ്പം നമുക്കത് കഴിക്കാം. ഈ സൂപ്പിന് ഓൾറെഡി ഒരു മാഗി ടേസ്റ്റ് ഉണ്ട്. പ്ലസ് ആ മീറ്റിന്റെ ടേസ്റ്റ് കൂടെ കിട്ടുമ്പോൾ ഒരു കിക്ക് വരുന്നുണ്ട്. എനിക്കിതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിരുന്നു ഏതാ? അതാണോ എനിക്ക് ഇഷ്ടമായത്? ഈ സ്പൈസി സാധനം. ഇല്ല, ഞാൻ അത് കഴിച്ചിട്ടില്ല. ഇത് കഴിച്ചു നോക്കാം, അടിപൊളി സാധനം. പ്രത്യേകിച്ച് ഇതിലെ മഷ്റൂം ഭയങ്കര ഇഷ്ടമായി. ഇത് അടിപൊളി ഗ്രേവി. Always fine. Barbecue grilling, got the smoke in the air. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സൂപ്പർ സാധനം. ഞാൻ നൂഡിൽസ് കഴിച്ചു. ഇത് ക്രാബാണ്. ക്രാബ് ഞാൻ ട്രൈ ചെയ്യാൻ പോകണേ ഉള്ളൂ. പിന്നെ ഞാൻ ഓൾറെഡി ഡംപ്ലിങ്സ് കഴിച്ചു. നല്ല ടേസ്റ്റ്. എന്ത് കഴിക്കണം? ഒക്ടോബസ് കഴിക്കണം. പിന്നെ ബീഫ് ചിക്കൻ ഒക്കെ കഴിക്കുന്നുണ്ട്. ക്രാബ് ട്രൈ ചെയ്യാൻ പോകുന്നു. ശരിക്കും ആണോ? ക്രാബ് ഞാൻ കഴിച്ചോട്ടെ ഒരു പീസ്. In the sky, out here vibing, making time, stand by. നല്ല നമ്മള് പറഞ്ഞ പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടോ. നമ്മളെടുക്കാണ്ടോ തോന്നുന്നു ഇവളെന്തോ വീട്ടിലിരുന്നിട്ട് ഫുഡ് കഴിക്കണേ. അയ്യോ അയ്യോ, കോരിയെടുത്തിട്ട് ആ മോമോസ് മൊത്തം ഇരുന്ന് തിന്നുക, ആർക്കും കൊടുക്കാണ്ട്. യുദ്ധമാണ്, യുദ്ധം. Sunshine, let the baseline flow. West Coast breeze got the beat so sweet. Keep it rolling steady, feel the heat, feel the beat. Ooh-wee, ooh-wee. ഞാൻ നോക്കിയിട്ടില്ലേ, ഞാൻ കുറച്ച് ഫുഡ് കഴിച്ചല്ലോ. ഞാനിവിടെ സൈഡിൽ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പതുക്കെ എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് ചെയ്തുള്ളൂ. അപ്പം മോമോസ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു സൈഡിൽ കൂടെ മോമോസ് 5 മോമോസ് 4 ഇവിടെ നിന്ന് 4 അത് കഴിഞ്ഞിട്ട് ബീഫിന് നല്ല രുചിയുള്ള പീസ് ഞാൻ ഒരെണ്ണം കഴിച്ചോളൂ. അത് സൈഡിൽ കൂടെ ഇങ്ങനെ ഒരാൾ എടുത്തിട്ട് തിന്നുകൊണ്ടേ ഇരിക്കുക. ഞാൻ ഒരാളോട് പറയാ ഇത് ടേസ്റ്റ് ഉണ്ട്, നീ കഴിച്ചു നോക്കുന്നു. സോയ ഇരുന്നിട്ട് എന്നിട്ട് പറയാം നിനക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലേ? ഒരു മുട്ട തിന്നെ തന്നില്ലേ? നോക്കിയേ, 5ാമത്തെ 4 കഴിച്ചു നോക്കാം. 5ാമത്തെ പോയി, 5ാമത്തെ പ്ലേറ്റ് അങ്ങോട്ട് പോയിട്ടില്ല. ഇങ്ങോട്ട് തിരിഞ്ഞ് വീഡിയോ എടുത്ത് വന്നപ്പോൾ ബീഫില്ല, ചിക്കൻ ഒന്നുമില്ല, ഒക്കെ തിന്നു. മോമോസ് ഉൾപ്പെടെ അപ്പോൾ നമുക്ക് 170 pounds ആണ് ബില്ല് വന്നത്. പിന്നെ 4 പേരുള്ളത് കൊണ്ട് അത് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ നമ്മൾ മൊത്തം കഴിച്ചു കിട്ടും. അപ്പോൾ നമുക്കൊരു ഫ്രീ ആയിട്ട് അവരൊരു ഐസ്ക്രീം നമ്മളത് കഴിച്ചു. പിന്നെ ഈ കാണുന്ന ഈ സ്പൈസി സാധനം ഉണ്ടല്ലോ, ഇതൊരു ലെസ് ഓയിലാന്ന് പറഞ്ഞിട്ട് എന്താ മൊത്തം ഓയിലായി. കഴിച്ചു കഴിഞ്ഞിട്ട് കുറ്റം പറയാന്ന് വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എണ്ണയിൽ തിരി കത്തിക്കാം, അതേപോലത്തെ ഓയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.